Hi students, today we are going to start a new chapter, that is chapter number 9, some applications of trigonometry. ഈ ചാപ്റ്ററിൽ നമ്മൾ ട്രിഗ്നോമെട്രിയിലെ കുറച്ച് അപ്ലിക്കേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡെയിലി ലൈഫിൽ ഈ ട്രിഗ്നോമെട്രി എവിടേക്കാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ വരുന്ന രണ്ട് ടേംസ് ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ, എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് കൺസിഡർ ദിസ് ഇസ് എ ടോൾ ബിൽഡിംഗ്. ഇതൊരു ടോൾ ബിൽഡിംഗ് ആണ് കൺസിഡർ ചെയ്താൽ ഇവിടെ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ. ആൻഡ് ഈ പേഴ്സണ് ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലോട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പേഴ്സൺ ആൻഡ് ദ ബിൽഡിംഗ്. അപ്പം ഈ ഒരു പേഴ്സൺ ഇവിടെ നിന്നിട്ട് ബിൽഡിങ്ങിൻ്റെ മേലോട്ട് നോക്കുകയാണെങ്കിൽ ഇയാളുടെ ലൈൻ ഓഫ് സൈറ്റ് ആയിരിക്കും ഇതാണ് ഇയാളുടെ ലൈൻ ഓഫ് സൈറ്റ്. ആൻഡ് ഈ ഒരു ലൈൻ ഓഫ് സൈറ്റും ഈ ഒരു ഗ്രൗണ്ട് ലെവലും മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ പറഞ്ഞാൽ എന്താണ്? ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദ ഗ്രൗണ്ട് ലെവൽ ഇസ് നോൺ ആസ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഈ പേഴ്സൺ ഇവിടെ നിന്നിട്ട് ബിൽഡിങ്ങിൻ്റെ മേലോട്ട് നോക്കുമ്പം ഇതാണ് ഈ പേഴ്സൻ്റെ ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, ഇതാണ് ഈ പേഴ്സൻ്റെ ലൈൻ ഓഫ് സൈറ്റ്. ആ ഒരു ലൈൻ ഓഫ് സൈറ്റും പിന്നെ ഗ്രൗണ്ട് ലെവലും ഉണ്ടാക്കുന്ന ഒരു ആംഗിളില്ലേ, അതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ വെച്ചാൽ കൺസിഡർ ഇതൊരു ബിൽഡിംഗ് ആണ്. ഓക്കെ, ആൻഡ് എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ മേലെയാണ് പേഴ്സൺ നിൽക്കുന്നത്. എന്നിട്ട് ആ പേഴ്സൺ താഴെ പോകുന്ന ഒരു ഒബ്ജക്റ്റിനെ, ഒരു കാറോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നോക്കുകയാണ്. അപ്പോൾ അയാളുടെ ലൈൻ ഓഫ് സൈറ്റ് മേലെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അയാളുടെ ലൈൻ ഓഫ് സൈറ്റ് ഇതായിരിക്കും അല്ലേ. അപ്പം ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പം ഇതെന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ ബിൽഡിംഗ് ആണ് ഇതാണ് പേഴ്സൺ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നിട്ട് താഴോട്ട് നോക്കുകയാണെങ്കിൽ അയാളുടെ ലൈൻ ഓഫ് സൈറ്റ് ഇതാണ്. അപ്പം ഈ ഒരു ഗ്രൗണ്ട് ലെവലിന് പാരലായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈനുണ്ട് ഇവിടെ. ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനും ഈ ഒരു പേഴ്സൻ്റെ ലൈൻ ഓഫ് സൈറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്, അതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ഒരു പേഴ്സൺ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കുകയാണെങ്കിൽ അയാളുടെ ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെ ആയിരിക്കും. താഴത്തുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ താഴോട്ടായിരിക്കും ലൈൻ ഓഫ് സൈറ്റ്. അപ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിന് പാരലായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനും ഈ ഒരു ലൈൻ ഓഫ് സൈറ്റും മേക്ക് ചെയ്യുന്ന ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ഈ രണ്ട് ടേംസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എക്സസൈസിലോട്ട് മൂവ് ചെയ്യാം. എക്സസൈസ് 9.1, ക്വസ്റ്റ്യൻ നമ്പർ 1. A circus artist is climbing a 20-meter long rope which is tightly stretched. It is tightly stretched and tied from the top of a vertical pole to the ground. Find the height of the pole if the angle made by the rope with the ground level is 30 degree. ഒരു സർക്കസ് ആർട്ടിസ്റ്റ് ക്ലൈംബ് ചെയ്യാണ് ഒരു 20 മീറ്റർ ലോങ് റോപ്പ്. അത് ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. എവിടെ നിന്ന്? ഫ്രം ദ ടോപ്പ് ഓഫ് എ വെർട്ടിക്കൽ പോൾ ടു ദ ഗ്രൗണ്ട്. അപ്പം ഇതൊരു വെർട്ടിക്കൽ പോളാണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ വെർട്ടിക്കൽ പോളിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു റോപ്പ് ഗ്രൗണ്ടിലോട്ട് ടൈറ്റ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ഗ്രൗണ്ടിലോട്ട്. അപ്പം ഇതാണ് നമ്മളുടെ റോപ്പ്. ഈ റോപ്പിൻ്റെ മേലെ കൂടെയാണ് സർക്കസ് ആർട്ടിസ്റ്റ് ക്ലൈംബ് ചെയ്യുന്നത്. ഈ റോപ്പിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 20 മീറ്റർ. ഓക്കെ, ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ ഒരു കെട്ടിവെച്ചിരിക്കുന്ന അതും പിന്നെ നമ്മളുടെ വെർട്ടിക്കൽ പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് തന്നിട്ടില്ല, ഇതാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. ആൻഡ് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പോൾ. വി നീഡ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പോൾ. ആൻഡ് ഇഫ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റോപ്പ് വിത്ത് ദ ഗ്രൗണ്ട് ലെവൽ ഈസ് 30 ഡിഗ്രി. ആംഗിൾ മെയ്ഡ് ബൈ ദ റോപ്പും ഈ റോപ്പും ആൻഡ് ദ ഗ്രൗണ്ട് ലെവലും 30 ഡിഗ്രി ആണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വെർട്ടിക്കൽ പോൾ. ഹൈറ്റ് ഓഫ് ദ വെർട്ടിക്കൽ പോളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് കൺസിഡർ ദിസ് ഇസ് എ ട്രയാങ്കിൾ ABC. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇൻ ട്രയാങ്കിൾ ABCയിൽ ആംഗിൾ C is equal to 30 degree അല്ലേ, ആൻഡ് AC is equal to 20 meter.
ഈ ലെങ്ത് ഓഫ് ദ റോപ്പാണ് 20 മീറ്റർ. അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. വി നീഡ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വെർട്ടിക്കൽ പോൾ, ദാറ്റ് ഈസ് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്തെടുക്കാം? സൈൻ തീറ്റ എടുക്കാം. സൈൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമുക്ക് സൈൻ 30 ആണ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? എ ബി ആണ്. എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 20 അല്ലേ? എ ബി ബൈ എ സി ആണ്, ഹൈപ്പോട്ടന്യൂസ് 20 ആണ്. സൈൻ 30, വി നോ ദാറ്റ് സൈൻ 30 is equal to 1/2, which is equal to എ ബി ബൈ 20. 2ab is equal to 20 ആണ്. സോ എന്താണ്? എ ബി is equal to 20/2, which is equal to 10 meter. So the height of the vertical pole is 10 meter. Okay, now we are moving to the second question of the exercise 9.1. That is question number 2. A tree breaks due to storm and the broken part bends so that the top of the tree touches the ground, making an angle 30 degrees with it. The distance between the foot of the tree to the point where the top touches the ground is 8 meter. Find the height of the tree. Okay. ഒരു ട്രീ, കൺസിഡർ ദിസ് ഇസ് എ ട്രീ. ഓക്കെ, ഈ ട്രീൻ്റെ ശക്തമായ കാറ്റ് കാരണം ഈ ട്രീ ബ്രേക്ക് ചെയ്യാണ്. ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു പാർട്ട് ബ്രേക്ക് ചെയ്തിട്ട് ബെൻസ് സോ ദാറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്രീ ടച്ചസ് ദ ഗ്രൗണ്ട്. ഈ ഒരു പാർട്ട്, അപ്പോൾ ഈ ഒരു ടോപ്പ് ടച്ചസ് ദ ഗ്രൗണ്ട്, ഇങ്ങനെ മുറിഞ്ഞിട്ട് ഇതേപോലെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് വീണു, മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിളാണ് 30 ഡിഗ്രി തന്നിട്ടുള്ളത്. The distance between the foot of the tree, ഇതാണ് ഫൂട്ട് ഓഫ് ദ ട്രീ, ടു ദ പോയിന്റ് വെർ ദ ടോപ്പ് ടച്ചസ് ദ ഗ്രൗണ്ട്. ഇതുണ്ടോ, ഈ ട്രീൻ്റെ ടോപ്പ് ടച്ച് ചെയ്യുന്ന ഗ്രൗണ്ടും ഈ ഒരു ഫൂട്ട് ഓഫ് ദ ട്രീയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് എന്താണ്? ഇതാണ് ഹൈറ്റ് ഓഫ് ദ ട്രീ. ഈ ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കൺസിഡർ ദ ട്രയാങ്കിൾ എ ബി സി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഡി ആയി കൊടുത്തു. അപ്പം നമുക്ക് ഹൈറ്റ് ഓഫ് ദ ട്രീ പറഞ്ഞാൽ എന്താണ്? എ ബി പ്ലസ് എ ഡി ആണ്. ബട്ട് വി നോ ദാറ്റ് ഈ എ ഡി എന്നുള്ള പാർട്ടാണ് മുറിഞ്ഞിട്ട് ഈ ഒരു ഭാഗമാണ് താഴോട്ട് വീണിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ ഡി ഈസ് ഈക്വൽ ടു എ സി ആണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ട്രയാങ്കിൾ എ ബി സി, ബി സി ഈസ് ഈക്വൽ ടു 8 മീറ്റർ അല്ലേ? ബി സി ഈക്വൽ ടു 8 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലേ? ഹൈറ്റ് ഓഫ് ദ ട്രീ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ട്രീ ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് എ ഡി. എ ബി പ്ലസ് എ ഡി. വി നോ ദാറ്റ് നമുക്ക് എന്താ അറിയാം? എ ഡി ഈസ് ഈക്വൽ ടു എ സി ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ട്രീ? ഹൈറ്റ് ഓഫ് ദ ട്രീ എ ബി പ്ലസ് എ സി ആണ്. എ ഡിക്ക് പകരം നമുക്ക് എ സി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ആദ്യം നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എ ബി. അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും ഉള്ളത് ഏതാണെന്ന് എടുക്കാം. അപ്പോൾ ഏതാണ്? ടാൻ തീറ്റ എടുക്കാം. ടാൻ തീറ്റ ഏതാണ്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പം ടാൻ ഏതാണ്? തീറ്റ ഏതാണ്? 30 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ ബി ആണ്. അഡ്ജസൻറ്റ് സൈഡ് ബി സി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 8 മീറ്റർ. ടാൻ 30യുടെ വാല്യൂ എന്താണ്? 1/√3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ ബി ബൈ 8. അപ്പം ഇതെങ്ങനെ വരും? എ ബി √3 ഈസ് ഈക്വൽ ടു 8. എ ബി ഈസ് ഈക്വൽ ടു √3 അങ്ങോട്ട് പോകുമ്പം 8/√3 മീറ്റർ. നമുക്ക് എ ബിയുടെ വാല്യൂ എന്ത് കിട്ടി? 8/√3 കിട്ടി. ഇനി നമുക്ക് എ ഡിയുടെ വാല്യൂ കിട്ടണം, ദാറ്റ് ഈസ് എ സിയുടെ വാല്യൂ. എങ്ങനെ എ സിയുടെ വാല്യൂ കിട്ടുക? നമുക്ക് സൈൻ തീറ്റ എടുക്കാം. സൈൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ സൈൻ തീറ്റ എടുക്കാൻ പോകണം. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഈസ് സൈൻ തീറ്റ എന്താണ്? 30 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? 8/√3 ആണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? എ സി ആണ്.
Sin theta is equal to sin 30 is equal to 1 by 2. 1 by 2 is equal to 8 by root 3 divided by AC. അല്ലേ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? എ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 8 ബൈ റൂട്ട് 3 വിച്ച് ഈസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ റൂട്ട് 3 മീറ്റർ. എ സി എന്ത് കിട്ടി? 16 ബൈ റൂട്ട് 3 കിട്ടി. അപ്പോൾ നമുക്ക് എ ബിയും എ സിയും കിട്ടി. ഇനി ഹൈറ്റ് ഓഫ് ദ ട്രീ എങ്ങനെ കാണാം? എച്ച് ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി ആണ്. എ ബി എന്താണ്? 8 ബൈ റൂട്ട് 3 ആണ്. And AC is 16 divided by root 3, which is equal to 16 plus 8 is equal to 24 divided by root 3 ആണ്. ഇനി നമ്മൾ ഇത് റാഷണലൈസ് ചെയ്യുമ്പം റൂട്ട് 3 ബോത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 24 റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 ആണ്. ഇനി അത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 8 which is equal to 8 root 3 meter. So the height of the tree is 8 root 3 meter. Thank you.